പ്രിയമുള്ള കുട്ടികളെ, പ്ലസ് വണ്ണിൽ ബയോളജിയിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ ബയോളജിയിൽ മാർക്ക് കുറയുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി ബയോളജിയിൽ പ്രത്യേകിച്ചും ബോട്ടണിയിൽ കുറേയധികം പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയറിൽ എന്നാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെയധികം ഡീപ്പായി കൊണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെന്റൻസിലൊക്കെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും എക്സാമിന് വരുന്നുള്ളൂ. അപ്പോൾ വളരെ ആഴത്തിലിറങ്ങി പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നോട്ട്സൊക്കെ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ ഈ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ചാപ്റ്റർ നമുക്ക് സാധാരണയായിട്ട് 1 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. ഇപ്പോൾ ചോയ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. അപ്പം എങ്കിലും 1 വേർഡ് ടൈപ്പ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഈ എക്സാമിന് ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ട് കുറേയധികം അതിൽ പഠിക്കാനുണ്ട്. എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പ്രധാനമായിട്ട് അതിലൊന്ന് വരുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ തന്നെയാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ വർഗീകരണമാണ്, ജീവികളെ തരംതിരിക്കുന്നതാണ് വരുന്നത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രകാരം ജീവികളെ 2 കിങ്ഡംസ് ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത്, പ്രപ്പോസ് ചെയ്തത് ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് ആവിഷ്കരിച്ചത്? ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ ലിനേയസ്. ലിനേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത്. ഇദ്ദേഹം ജീവികളെ 2 കിങ്ഡംസ് ആക്കി തരംതിരിച്ചു. ഹി ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻടു 2. ഏതൊക്കെയാണ് 2 കിങ്ഡംസ്? ഒന്ന് കിങ്ഡം പ്ലാന്റ്, സസ്യ കിങ്ഡം, മറ്റൊന്ന് കിങ്ഡം അനിമാലിയ, ജന്തുക്കൾ ഉൾപ്പെട്ടുള്ള കിങ്ഡം എന്നിങ്ങനെ 2 കിങ്ഡംസ് ആക്കി തിരിച്ചു. അത് അത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. ഒന്ന്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് ആവിഷ്കരിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ലിനേയസ്. മറ്റൊന്ന്, ഏതൊക്കെയാണ് 2 കിങ്ഡംസ്? ഒന്ന് കിങ്ഡം പ്ലാന്റ്, മറ്റൊന്ന് കിങ്ഡം അനിമാലിയ. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നേരത്തെ പേര് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിൽ 2 കിങ്ഡംസ് ആയിട്ടാണ് ജീവികളെ വർഗീകരിച്ചത്. ഇവിടെയാണെങ്കിൽ ജീവികളെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ജീവികളെ 5 കിങ്ഡംസ് ആക്കി തരംതിരിച്ചു. ഈ ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് RH വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ആ പേര് ഓർത്തിരിക്കാം. നേരത്തെയുമായിട്ട് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് ആയിരുന്നു. എന്നാൽ ഇവിടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് RH വിറ്റാക്കർ ആണ്. ഈ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻടു 5 കിങ്ഡംസ്. അദ്ദേഹം ജീവികളെ 5 കിങ്ഡംസ് ആക്കി തരംതിരിച്ചു. നേരത്തെയാണെങ്കിൽ 2 കിങ്ഡംസ് ആയിരുന്നു. ഇവിടെ 5 കിങ്ഡംസ് ആക്കിയാണ് ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്, 5 കിങ്ഡംസ്? നേരത്തെ 2 കിങ്ഡംസ് ഉണ്ട്, കിങ്ഡം പ്ലാന്റയും അനിമാലിയും. അത് കൂടാതെ 3 കിങ്ഡംസ് കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കിങ്ഡമാണ് മൊനീറ, ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊട്ടിസ്റ്റ, തേർഡ് വൺ ഈസ് ഫഞ്ചൈ, ഫോർത്ത് വൺ ഈസ് പ്ലാന്റ് ആൻഡ് അനിമാലിയ. അപ്പോൾ പേരുകൾ ഒന്നും കൂടി വായിക്കുക, പഠിക്കുക. മൊനീറ എന്ന് പറഞ്ഞ ബാക്ടീരിയകളെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. മൊനീറ എന്ന് പറയുന്ന പേര് നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു പേരാണ്. അതുകൊണ്ട് തന്നെ മൊനീറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരേണ്ടത് ബാക്ടീരിയകളെയാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന വേർഡും അത്രയ്ക്ക് നമുക്ക് പരിചയമില്ലാത്ത വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊട്ടിസ്റ്റകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് യൂണിസെല്ലാർ ഓർഗാനിസംസ് ആയിട്ടുള്ള ഏകകോശ ജീവികളായിട്ടുള്ള അമീബ, യുഗ്ലീന, പാരമീസിയം പോലെയുള്ള ജീവികളെയാണ് നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓർമ്മ വരേണ്ടത്. തേർഡ് ഗ്രൂപ്പ് ഫഞ്ചൈ, തേർഡ് കിങ്ഡം എന്ന് പറയുന്നത് ഫഞ്ചൈ ആണ്. ഫംഗസുകൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. ഫംഗസുകൾ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പൂപ്പലുകൾ എന്ന് പറയാറുണ്ട്.
കുറച്ചുകൂടി നല്ല മലയാളം എന്ന് പറയുന്നത് കുമിളുകൾ എന്നാണ് പറയാറുള്ളത്. കുമിൾ നാശിനി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഫംഗിസൈഡ്സ് മലയാളമാണ് കുമിൾ നാശിനി. ഫംഗസ് എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂപ്പലുകൾ, ബ്രെഡിലൊക്കെ പൂപ്പലുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ കൂണും ഇതിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ കൂണും മരക്കൂണുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത്. ദെൻ ഫോർത്ത് വൺ ഈസ് പ്ലാന്റ്, സസ്യങ്ങൾ. ഫിഫ്ത്ത് വൺ ഈസ് അനിമാലിയ, ജന്തുക്കൾ. അത് നേരത്തെ പറഞ്ഞതാണ്. കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ട വിവിധ ജീവികളുടെ ഫോട്ടോസാണ്. വിവിധ തരത്തിലുള്ള ബാക്ടീരിയകൾ, പല ടൈപ്പ് ബാക്ടീരിയകളാണ് കിങ്ഡം മൊനീറയിൽ വരുന്നത്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള യൂണിസെല്ലാർ ഓർഗാനിസംസ് ആണുള്ളത്. ഡയാറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ അമീബ പോലെയുള്ളവയുണ്ട്, യുഗ്ലീനയുണ്ട്, പ്ലാസ്മോഡിയം പോലെയൊക്കെയുള്ള ജീവികളുണ്ട്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ എല്ലാം യൂണിസെല്ലാർ ഓർഗാനിസംസ് ആണ്. ഫംഗസുകൾ, കിങ്ഡം ഫഞ്ചയിൽ വിവിധ തരത്തിലുള്ള മഷ്റൂംസ്, കൂണുകൾ, മരക്കൂണുകളുമൊക്കെയാണ് വരുന്നത്. അതുപോലെ പൂപ്പലുകൾ ഫഞ്ചൈ. കിങ്ഡം പ്ലാന്റയിൽ വിവിധ തരത്തിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ലോവറായിട്ടുള്ള ആൽഗകൾ, ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, ജിംനോസ്പേംസുകൾ, ആൻജിയോസ്പേംസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പുകളാണ് വിവിധ തരത്തിലുള്ള പ്ലാന്റ്. ദെൻ കിങ്ഡം അനിമാലിയ, വളരെ ലോവറായിട്ടുള്ള ജീവികൾ മുതൽ വലിയ ജീവികൾ വരെയുള്ള കിങ്ഡം അനിമാലിയ. ഇനി വിറ്റാക്കർ വെറുതെ അങ്ങ് ജീവികളെ ക്ലാസിഫൈ ചെയ്തതല്ല. ചില ക്രൈറ്റീരിയകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ജീവികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ചില മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവികളെ 5 കിങ്ഡംസ് ആക്കി തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 5 മാനദണ്ഡങ്ങൾ? വിറ്റാക്കർ യൂസ്ഡ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ. തുടർന്ന് വരുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിറ്റാക്കർ ജീവികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ? 1, സെൽ സ്ട്രക്ചർ, കോശഘടന. സെൽ സ്ട്രക്ചർ 2 തരത്തിലുണ്ട്. പ്രൊക്കാരിയോട്ടിക് ഉണ്ട്, യൂക്കാരിയോട്ടിക് ഉണ്ട്. യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ സെല്ലിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഒരു സെല്ലിന് ഏറ്റവും പുറമേയായിട്ട് ഒരു പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലൊക്കെ അതിന് എക്സാമ്പിളാണ്. യൂക്കാരിയോട്ടിക് സെല്ലുകൾക്ക് ഏറ്റവും പുറമേയായിട്ട് സെൽ വാളുണ്ട്, അതിനുള്ളിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലുകളാണ് അതിന് എക്സാമ്പിൾ. ഇവയ്ക്ക് വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. യൂക്കാരിയോട്ടിക് സെല്ല് ഉരുണ്ടിട്ടുള്ള ഒരു ന്യൂക്ലിയസ് നമുക്ക് കാണാം. എന്നാൽ പ്രൊക്കാരിയോട്ടിക് സെല്ല് ഉരുണ്ടിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടാത്ത ജീവികളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ പ്രൊക്കാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്നത്. പ്രൊക്കാരിയോട്ടുകളെ മാത്രമായിട്ട് ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി ആ കിങ്ഡമാണ് കിങ്ഡം മൊനീറ. ബാക്കിയുള്ള കിങ്ഡംസ് എല്ലാം യൂക്കാരിയോട്ടാണ് വരുന്നത്. ദെൻ ബോഡി ഓർഗനൈസേഷൻ, ശരീരഘടന. ബോഡി ഓർഗനൈസേഷൻ പലതരത്തിലുണ്ട്. ബേസിക് ലെവൽ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ്. ചില ജീവികളുടെ ശരീരം ഒരു സെല്ല് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റുള്ളവയൊക്കെ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, ബഹുകോശ ജീവികളായിരിക്കും. അവയിൽ ഒന്നിലധികം സെല്ലുകൾ ഉണ്ടായിരിക്കും. ഇനി മൾട്ടി സെല്ലുലാർ തന്നെ കുറേ സെല്ലുകൾ കൂടിച്ചേർന്നാൽ അതിന് ടിഷ്യൂ എന്ന് പറയും. അപ്പോൾ ടിഷ്യൂ ലെവലിലുള്ളവയുണ്ട്. ദെൻ ടിഷ്യൂസ് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഓർഗൻ ഉണ്ട്, അവയവമുണ്ട്, ഓർഗൻ സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ വിറ്റാക്കർ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ യൂണിസെല്ലാർ ഓർഗാനിസംസിനെയാണ് കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കിങ്ഡം ഫഞ്ചയിലേക്ക് വരുമ്പോൾ മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് ആണ് അതിൽ വരുന്നത്. പക്ഷേ അവ ടിഷ്യൂ ലെവലിൽ മാത്രമാണ്, ലൂസ് ടിഷ്യൂ ആയിട്ടാണ് അവ കാണപ്പെടുന്നത്. ഓർഗൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ കിങ്ഡം പ്ലാന്റയിലേക്ക് പോകുന്ന സമയത്ത് ഓർഗൻ ലെവലുണ്ട്, ബേസിക് ആയിട്ടുള്ള ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്. അനിമാലിയയിലേക്ക് വരുമ്പോൾ ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. മോഡ് ഓഫ് ന്യൂട്രീഷൻ, പോഷണ രീതിയും ഇദ്ദേഹം ക്ലാസിഫിക്കേഷന് ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പോഷണ രീതികൾ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെട്രോട്രോഫിക് ഉണ്ട്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞ സുപോഷികൾ, ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞ പരപോഷികൾ. കിങ്ഡം മൊനീറയിൽ ഓട്ടോട്രോഫ്സ് ഉണ്ട്, ഹെട്രോട്രോഫ്സും ഉണ്ട്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലും ഉണ്ട് ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും. അതേസമയം കിങ്ഡം ഫഞ്ചയിലേക്ക് പോകുമ്പോൾ അതിൽ ഹെട്രോട്രോഫ്സ് മാത്രമാണ്, പരപോഷികൾ മാത്രമാണുള്ളത്. ദെൻ കിങ്ഡം പ്ലാന്റയിലാണെങ്കിൽ പ്രധാനമായിട്ടും ഓട്ടോട്രോഫ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കിങ്ഡം അനിമാലിയയിലും പ്രധാനമായിട്ട് ഹെട്രോട്രോഫ്സ് ആണ്, പരപോഷികളാണ് വരുന്നത്. മറ്റൊരു മാനദണ്ഡമാണ് മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ, പ്രത്യുൽപാദന രീതി. പ്രത്യുൽപാദന രീതി പലതരത്തിലുണ്ട്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്.
ലോവർ കിങ്ഡംസ് ആയിട്ടുള്ള മൊനീറ, ഫഞ്ചൈ, അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റ, ഇവയിലൊക്കെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് പ്രധാനപ്പെട്ട മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം കിങ്ഡം പ്ലാന്റയിലാണെങ്കിൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ രണ്ട് തരത്തിലും കാണാം, അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. കിങ്ഡം അനിമാലിയയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. ദ ലാസ്റ്റ് വൺ ഈസ് എവല്യൂഷണറി റിലേഷൻഷിപ്സ്, പരിണാമബന്ധങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. വിറ്റാക്കറിന്റെ അഭിപ്രായത്തിൽ ആദിമ ഭൂമിയിലുണ്ടായ ജീവികൾ കിങ്ഡം മൊനീറയിൽപ്പെട്ടവയാണ്. കിങ്ഡം മൊനീറയിൽ നിന്നാണ് പിന്നീട് പ്രൊട്ടിസ്റ്റ ഉണ്ടായത്. പ്രൊട്ടിസ്റ്റ പിന്നെ മൂന്നായി വേർപിരിഞ്ഞു പോയി, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ എന്നിങ്ങനെ വേർപെട്ടു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പരിണാമ ബന്ധങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ജീവികളെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് ഈ ക്രൈറ്റീരിയകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയകൾ ഓർത്തിരിക്കുക: സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഇതിലേതെങ്കിലും 4 എണ്ണമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. 5 എണ്ണം പഠിക്കണമെന്നില്ല, 4 എണ്ണമെങ്കിലും പഠിച്ചിരിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ക്യാരക്ടേഴ്സ്, പ്രധാനപ്പെട്ട 5 കിങ്ഡംസിൻ്റെയും ക്യാരക്ടേഴ്സ് ഒരു ടേബിൾ രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നിങ്ങളൊന്ന് പഠിക്കണം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് സെൽ ടൈപ്പാണ്. സെൽ ടൈപ്പ് കിങ്ഡം മൊനീറയിലാണെങ്കിൽ പ്രൊക്കാരിയോട്ടിക് ആണ്. അതേസമയം പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ ഇതിലെല്ലാം യൂക്കാരിയോട്ടിക് ആണ്. ദെൻ സെൽവാള്, കോശഭിത്തി. കിങ്ഡം മൊനീറയിൽ സെൽവാൾ ഉണ്ട്, പക്ഷേ സെൽവാള് സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നോൺ സെല്ലുലോസിക് ആണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുമ്പോൾ പ്രസന്റ് ഇൻ സം, ചില ജീവികൾക്ക് സെൽവാളുണ്ട്, ചിലതിന് ഇല്ല. കിങ്ഡം ഫഞ്ചയിലേക്ക് വരുമ്പോൾ സെൽവാളുണ്ട്, പക്ഷേ അത് സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, വിത്തൗട്ട് സെല്ലുലോസ്, വിത്ത് കൈറ്റിൻ. സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണെന്നുള്ള കാര്യം. പ്ലാന്റയിലേക്ക് വരുമ്പോൾ സെൽവാളുണ്ട്, ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അനിമാലിയയിലേക്ക് വരുന്ന സമയത്ത് സെൽവാൾ ആബ്സെന്റ് ആണ്. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രൊക്കാരിയോട്സിന് ഉണ്ടാവില്ല, ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ട്, യൂക്കാരിയോട്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ്ഡം മൊനീറയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, ബാക്കി 4 കിങ്ഡംസിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ദെൻ ബോഡി ഓർഗനൈസേഷൻ, മൊനീറയിലും പ്രൊട്ടിസ്റ്റയിലും സെല്ലുലാർ ലെവലുള്ള ബോഡി ഓർഗനൈസേഷൻ ആണ്. അവയുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ സെല്ലുകൾ കൊണ്ടാണ്. അതേസമയം ഫംഗസിലേക്ക് വരുമ്പോൾ മൾട്ടി സെല്ലുലാർ ആണ്, ലൂസ് ടിഷ്യൂ ആണ്, ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ്. പ്ലാന്റയിലേക്ക് വരുന്ന സമയത്ത് ടിഷ്യൂ ലെവലോ ഓർഗൻ ലെവലോ ആയിരിക്കാം. പ്ലാന്റ്സിന് റൂട്ട്, സ്റ്റെം പോലെയുള്ള ഓർഗൻസ് ഉണ്ട്. അതേസമയം ലോവർ പ്ലാന്റ്സിലൊന്നും ഇത്തരത്തിലുള്ള ഓർഗൻസ് ഇല്ല, അതുകൊണ്ടാണ് ടിഷ്യൂ ലെവൽ എന്ന് പറയുന്നത്. ദെൻ കിങ്ഡം അനിമാലിയയിലേക്ക് വരുന്ന സമയത്ത് ടിഷ്യൂ ലെവൽ ഉണ്ടാവാം, ഓർഗൻ ലെവൽ ഉണ്ടാവാം, ഓർഗൻ സിസ്റ്റം ഉണ്ടാവാം. ലോവർ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സിലൊന്നും ഓർഗൻ ലെവലില്ല, ടിഷ്യൂ ലെവലാണുള്ളത്. അതേസമയം ഹയർ അനിമൽസിലെല്ലാം ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവലൊക്കെ ഉണ്ട്. നമ്മളിലൊക്കെ വിവിധ തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയുള്ളവ. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ, കിങ്ഡം മൊനീറയിലാണെങ്കിൽ ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെട്രോട്രോഫിക് ഉണ്ട്. സ്വപോഷികൾ, ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വപോഷികൾ, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നവർ. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ. ഇനി ഓട്ടോട്രോഫിക് തന്നെ മൊനീറയിൽ ബാക്ടീരിയകൾ 2 തരത്തിലുണ്ട്. കീമോസിന്തറ്റിക് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. അതേസമയം ഫോട്ടോസിന്തറ്റിക് നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണം, ലൈറ്റ് എനർജി ഉപയോഗിച്ച്, പ്രകാശോർജ്ജം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കീമോസിന്തറ്റിക് കിങ്ഡം മൊനീറയിൽ മാത്രമേ വരുന്നുള്ളൂ, മറ്റുള്ള കിങ്ഡംസിലൊന്നും വരുന്നില്ല. ഹെറ്ററോട്രോഫിക് അഥവാ പരപോഷികൾ തന്നെ 2 തരത്തിലുണ്ട്. ഇവ ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരാണ്. അത് സാപ്രോഫൈറ്റിക് ആവാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആവാം. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. മൃതശരീരങ്ങളിൽ നിന്നൊക്കെ ഫുഡ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവ സാപ്രോഫൈറ്റിക് ആണ്. ബാക്ടീരിയകളൊക്കെ ധാരാളം സാപ്രോഫൈറ്റുകളുണ്ട്. നമ്മുടെ ബോഡിയൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നത് ബാക്ടീരിയകളാണ്, വിഘടിപ്പിക്കുന്നത് ബാക്ടീരിയകളാണ്. അപ്പോൾ അവ വിഘാടകരാണ്, ഡീകമ്പോസേഴ്സ് ആണ്. അതുപോലെ തന്നെ ധാരാളം ബാക്ടീരിയകൾ പാരസൈറ്റിക് ആയിട്ടുണ്ട്. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം പരാതജീവികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ദെൻ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലേക്ക് വരുന്ന സമയത്ത് ഇവയിലും ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. സ്വപോഷികളും പരപോഷികളും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്. അവ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. ഹെറ്ററോട്രോഫിക് പരപോഷികൾ അവയും പ്രൊട്ടിസ്റ്റയിൽ വരുന്നുണ്ട്.
കിങ്ഡം ഫഞ്ചയിലേക്ക് വരുമ്പോൾ എല്ലാം ഹെറ്ററോട്രോഫിക് ആണ്, പരപോഷികളാണ്. അത് ഒന്നെങ്കിൽ സാപ്രോഫൈറ്റിക് ആവാം, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കാം. കിങ്ഡം പ്ലാന്റയിലേക്ക് വരുന്ന സമയത്ത് എല്ലാം ഓട്ടോട്രോഫിക് ആണ്. സസ്യങ്ങളെല്ലാം നമുക്കറിയാം, പ്ലാന്റ്സ് എല്ലാം ഓട്ടോട്രോഫിക് ആണ്, സ്വപോഷികളാണ്, സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിലൂടെ ആഹാരം ഉണ്ടാക്കുന്നു. അനിമാലിയയിലേക്ക് വരുന്ന സമയത്ത് എല്ലാം ഹെറ്ററോട്രോഫിക് ആണ്, പരപോഷികളാണ്. അത് ഒന്നെങ്കിൽ ഹോളോസോയിക് ആണ്. ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ പ്രിഡേഷൻ എന്ന് പറയും, ഇരപിടിക്കൽ, ജീവികളെ പിടിച്ച് വിഴുങ്ങുന്നതിനാണ് ഹോളോസോയിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴിക്കുന്നതിനാണ്. സാപ്രോഫൈറ്റിക് ആയിട്ടും ചില അനിമൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ 5 കിങ്ഡംസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എക്സാമിന്. ദെൻ ഫസ്റ്റ് കിങ്ഡത്തിലേക്ക് പോവുകയാണ്, കിങ്ഡം മൊനീറ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ. വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളാണ് കിങ്ഡം മൊനീറയിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതാണത്. കിങ്ഡം മൊനീറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബാക്ടീരിയകളെയാണ് ഓർമ്മ വരേണ്ടത്. ഇനി കിങ്ഡം മൊനീറയിൽ വരുന്ന വിവിധ തരത്തിലുള്ള ഈ ബാക്ടീരിയകളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ആർക്കെ ബാക്ടീരിയകളെന്നും യു ബാക്ടീരിയകളെന്നും 2ആയി തരംതിരിക്കാം. അപ്പോൾ പേരുകളൊന്നും കൂടിയും ശ്രദ്ധിക്കുക. കിങ്ഡം മൊനീറയിൽ വരുന്ന ബാക്ടീരിയകളെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ആർക്കെ ബാക്ടീരിയ, മറ്റൊന്ന് യു ബാക്ടീരിയ. എന്താണിതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആർക്കെ ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഷായിട്ടുള്ള കണ്ടീഷൻസിൽ, പരുക്കമായിട്ടുള്ള പരിതസ്ഥിതികളിൽ വളരുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. സാധാരണ ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വളരാൻ കഴിയുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വളരെ ചൂടുള്ള അരുവികളിലും, സാധാരണ ജീവികളൊക്കെ ഒരു 10-80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ചത്തുപോകാറുണ്ട്. അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ജീവികളൊക്കെ ചത്തുപോകാറുണ്ട്. എന്നാൽ 80 ഡിഗ്രി സെൽഷ്യസ് ആയാലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളുണ്ട്. ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ആർക്കെ ബാക്ടീരിയകളാണ്. സോ ആർക്കെ ബാക്ടീരിയ, ദീസ് ആർ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ വെരി ഹാർഷ് ഹാബിറ്ററ്റ്സ് ലൈക്ക് എക്സ്ട്രീം സാൾട്ട് ഏരിയാസ്, ഹോട്ട് സ്പ്രിങ്സ്, മാർഷി ഏരിയാസ്. വളരെ ഹാർഷായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പരുക്കമായിട്ടുള്ള ഹാബിറ്ററ്റുകളിൽ, വാസസ്ഥലങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹർഷ് ഹാബിറ്ററ്റ്സിന് എക്സാമ്പിളാണ് എക്സ്ട്രീം സാൾട്ടി ഏരിയാസ്. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉപ്പിൻ്റെ അംശം കൂടിയ പ്രദേശങ്ങൾ, ഉപ്പിൻ്റെ അളവ് വളരെ കൂടിയ പ്രദേശങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടൽക്കാടുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള അരുവികൾ, മാർഷി ഏരിയാസ്, ചതുപ്പ് നിലങ്ങൾ, ഇവിടേക്ക് വളരുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഇനി ആർക്കെ ബാക്ടീരിയകൾ എവിടെയാണ് വളരുന്നത് എന്ന അടിസ്ഥാനത്തിൽ അവയെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. ഒന്ന് തെർമോ ആസിഡോഫൈൽസ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. തെർമോ ആസിഡോഫൈൽസ് ചൂടുള്ള അരുവികളിൽ വളരുന്ന ബാക്ടീരിയകളാണെങ്കിൽ അവയാണ് നമ്മൾ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ആർക്കെ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിൽ അഥവാ ചൂടുള്ള അരുവികളിൽ വളരുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് നമ്മൾ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ഹാലോഫൈൽസ്, ഉപ്പിൻ്റെ അംശം കൂടിയ പ്രദേശങ്ങളിൽ വളരുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് നമ്മൾ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ആർക്കെ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ എക്സ്ട്രീം സാൾട്ടി ഏരിയാസ്. എക്സ്ട്രീം സാൾട്ടി ഏരിയാസിൽ അല്ലെങ്കിൽ വളരെയധികം ഉപ്പ് അടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ബാക്ടീരിയകളെയാണ്, ആർക്കെ ബാക്ടീരിയകളെയാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഹാലോഫൈൽസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. ദെൻ തേർഡ് വൺ ഈസ് മെത്തനോജൻസ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ആർക്കെ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ മാർഷി ഏരിയാസ്. മാർഷി ഏരിയാസ് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ്, ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഇനി മെത്തനോജൻസ് പലപ്പോഴും റുമിനൻ്റ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഗട്ട്സിൽ, അവയുടെ കുടലിൽ, അവയുടെ വയറിനുള്ളിൽ ഈ മെത്തനോജൻസിനെ കാണാം. മാത്രമല്ല അവ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് അവയുടെ ചാണകത്തിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരിക്കും. മീഥേൻ ഗ്യാസിൻ്റെ സ്മെല്ലാണത്. So methanogens are present in the guts of several ruminant animals such as cows and buffaloes. പശു, പോത്ത് തുടങ്ങിയിട്ടുള്ള റുമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ട്സിനുള്ളിൽ, കുടലിനുള്ളിൽ മെത്തനോജൻസ് കാണപ്പെടുന്നു. They are responsible for the production of methane or biogas from the dung of these animals. ഈ മൃഗങ്ങളുടെ ചാണകത്തിൽ നിന്നും
മീഥേൻ അല്ലെങ്കിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇവ കാരണമാവുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. മീഥേൻ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഏതാണ്? മെത്തനോജൻസ് ആണ്. അപ്പോൾ ആർക്കെ ബാക്ടീരിയകൾ നമ്മൾ 3 പേരുകളായിട്ട് വിളിച്ചു: തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ്. തെർമോസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പ്രിങ്സിൽ വളരുന്നവയാണ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സാൾട്ടി ഏരിയാസിൽ വളരുന്നവരാണ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ മാർഷി ഏരിയാസിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്നതാണ്. അപ്പം അത്രയുമാണ് ആർക്കെ ബാക്ടീരിയകളെ കുറിച്ച്. മെത്തനോജൻസിന്റെ ഫോട്ടോഗ്രാഫാണ്. നൗ വി ക്യാൻ സി യു ബാക്ടീരിയ. യു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ട്രൂ എന്നാണ്. സോ ദീസ് ആർ ദ ട്രൂ ബാക്ടീരിയ, അല്ലെങ്കിൽ നമ്മൾ ബാക്ടീരിയ എന്ന് വിളിക്കുന്നത് ഈ ഗ്രൂപ്പിൽപ്പെട്ട ജീവികളെയാണ്. ഇനി യു ബാക്ടീരിയയിൽപ്പെട്ട വിവിധ ബാക്ടീരിയകളുണ്ട്. ഇവയെ വീണ്ടും നമുക്ക് 3 ഗ്രൂപ്പുകളാക്കി തിരിക്കാം. 3 ധാരാളം ഗ്രൂപ്പുകളുണ്ട്, വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. നമുക്കിവിടെ 3 തരത്തിലുള്ള ബാക്ടീരിയകളാണ് പഠിക്കാനുള്ളത്. ദേ ആർ ബാക്ടീരിയ, സയനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് മൈക്കോപ്ലാസ്മ. ദേ ഇൻക്ലൂഡ് ബാക്ടീരിയ, സയനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ നീലഹരിതാൽഗകൾ എന്ന് പറയും, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയകളിലേക്ക് പോവാം. ബാക്ടീരിയകളെ അവയുടെ ഷേപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് 4 തരംതിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. ഉരുണ്ടിട്ടാണെങ്കിൽ, സ്ഫെറിക്കൽ ആണെങ്കിൽ ബാക്ടീരിയകളെ നമ്മൾ കോക്കസ് എന്നാണ് വിളിക്കുക. റോഡ് ഷേപ്പ്ഡ് ആണെങ്കിൽ, ഒരു ദണ്ടിൻ്റെ ആകൃതിയാണെങ്കിൽ അവയെ ബാസിലസ് എന്നാണ് വിളിക്കുക. സ്പൈറൽ ആകൃതിയിൽ അല്ലെങ്കിൽ സർപ്പിൾ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു സ്പ്രിങ് പോലെയാണെങ്കിൽ അവയെ സ്പൈറില്ലം എന്ന് വിളിക്കും. നമ്മളൊരു കോമ എഴുതുന്നത് പോലെയാണെങ്കിൽ, കോമയുടെ ആകൃതിയാണെങ്കിൽ വിബ്രിയോ എന്ന് വിളിക്കും. ബാക്ടീരിയകളെ അവയുടെ ആകൃതിയുടെ അല്ലെങ്കിൽ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 തരംതിരിക്കാം: കോക്കസ്, ബാസിലസ്, സ്പൈറില്ലം, വിബ്രിയോ. കോക്കസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയ, ഉരുണ്ടാകൃതിയുള്ളവയാണ്. ബാസിലസ് എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്പ്ഡ്, ദണ്ഡാകൃതിയിലുള്ളവയാണ്. സ്പൈറില്ലം എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ഒരു സ്പ്രിങ് പോലെയുള്ളവയാണ്. വിബ്രിയോ എന്ന് പറഞ്ഞാൽ കോമയുടെ ആകൃതിയിലുള്ളവയാണ്. കോക്കസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രമാണ്. കോക്കസ് ബാക്ടീരിയകൾ കാണാം, ബാസിലസ് റോഡ് പോലെ കാണാം, സ്പൈറില്ലം കാണാം, വിബ്രിയോ കോമ ഷേപ്പ്ഡ് ബാക്ടീരിയകൾ, സ്പൈറില്ലം സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയകൾ ഒരു മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ്. കോക്കസ് സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയസ്, ഉരുണ്ടാകൃതിയുള്ള ബാക്ടീരിയകൾ, ഇതും ഒരു മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ്. ദെൻ സയനോബാക്ടീരിയ, അല്ലെങ്കിൽ ഇവയെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും വിളിക്കാറുണ്ട്. ഇവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, ദേ ഫോം ആൽഗൽ ബ്ലൂം ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. മലിനീകരണം സംഭവിച്ച അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിൽ ഈ സയനോബാക്ടീരിയകൾ, ബ്ലൂ ഗ്രീൻ ആൽഗകൾ വളരെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ധാരാളം എണ്ണം, കോടിക്കണക്കിന് എണ്ണമായിട്ട് മാറും. ഇങ്ങനെ എണ്ണമായി മാറുന്നതിന് പറയുന്ന പേരാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയും. ആൽഗൽ ബ്ലൂം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ കൂടുതൽ മലിനമാവും, അവയുടെ ഓക്സിജൻ കണ്ടന്റ് എല്ലാം കുറയും, ഫിഷസ് ഒക്കെ ചത്തുപോകുന്നതിന് കാരണമാവും. അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല, അതൊക്കെ നമ്മൾ പിന്നീട് അടുത്ത വർഷം പഠിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സയനോബാക്ടീരിയകൾ ആൽഗൽ ബ്ലൂമിന് കാരണമാവും, പ്രത്യേകിച്ചും പൊല്യൂട്ടഡ് വാട്ടറിൽ. ദേ ഫോം ആൽഗൽ ബ്ലൂം ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. മലിനമായ ജലത്തിൽ ആൽഗൽ ബ്ലൂമിന് കാരണമാകുന്നു. മറ്റൊന്ന്, ചില സയനോബാക്ടീരിയകളിലൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരു സെല്ല് കാണാം. ആ സെല്ലിന് പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും. എക്സാമ്പിൾ നോസ്റ്റോക്ക് അനബീന, നോസ്റ്റോക്ക് പോലെയുള്ള സയനോബാക്ടീരിയകളിലൊക്കെ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലായിട്ടുള്ള ഹെറ്ററോസിസ്റ്റ് കാണപ്പെടാം. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ഹെറ്ററോസിസ്റ്റുകൾ അറ്റ്മോസ്ഫിറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കും, അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഇവ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിലുള്ള അമോണിയകളാക്കി മണ്ണിലേക്ക് മാറ്റും. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ ഇവയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സം ഓഫ് ദം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിറിക് നൈട്രജൻ. ചില സയനോബാക്ടീരിയകൾക്ക് അറ്റ്മോസ്ഫിറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയും. ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ്, പ്രത്യേക സെല്ലുകളിൽ കോൾഡ് ഹെറ്ററോസിസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേക സെല്ലുകളിൽ. എക്സാമ്പിൾ നോസ്റ്റോക്ക് അനബീന, ഒരു സയനോബാക്ടീരിയയുടെ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ
ഡയഗ്രമാണ്. ഇതിൽ നമുക്ക് ഹെട്രോസിസ്റ്റ് കാണാം. ഇവിടെ ശരീരത്തെ കവർ ചെയ്തുകൊണ്ട് മ്യൂസിലേജിനസ് ഷീത്തൊക്കെ കാണാം. ദെൻ മറ്റൊരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ. ഒന്ന്, ദേ ലാക്ക് സെൽ വാൾ. ഇവയ്ക്ക് എന്തില്ല? സെൽ വാളില്ല. ദേ ഹാവ് നോ സെൽ വാൾ. കോശഭിത്തിയില്ല. കിങ്ഡം മുനീറയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇവയ്ക്ക് സെൽ വാൾ ഉണ്ട്. എന്നാൽ ആർക്കില്ല സെൽ വാള്? മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാളില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. ഏറ്റവും ചെറിയ ജീവനോട് കൂടിയ കോശമാണ് മൈക്കോപ്ലാസ്മയുടേത്. അപ്പോൾ ഏറ്റവും ചെറിയ സെല്ല് ആരുടേതാണെന്നുള്ളതിൻ്റെ ആൻസർ കൂടിയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ജീവികൾ വൈറസുകളൊക്കെയാണ്. എന്നാൽ വൈറസിൻ്റെ ശരീരം ഒരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ സെല്ല്. മൈക്കോപ്ലാസ്മയുടേതാണ്. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. അപ്പം അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഇപ്പോൾ തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക നിങ്ങൾ. ഓക്കെ, താങ്ക് യു.